ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരുപാട് ജാപ്പനീസുകാരുടെ പണ്ടത്തെ കുറേ എന്താ പറയുക, ഇപ്പോൾ ഒരു 96 വയസ്സുള്ള അമ്മൂമ്മ, 98 വയസ്സുള്ള അമ്മൂമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് അവരുടെ വ്ലോഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഇപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ചുറുചുറുക്കായിട്ട് അവരിയ്ക്കുന്നത്. ഒരുപാട് പേര് പറയും അവർ ജനറ്റിക്കലി അവരങ്ങനെയാണ് എന്നുള്ളത്. എത്രയൊക്കെ ജനറ്റിക് പരമായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞാലും അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവരൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു 10 കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണേ. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഒരു ഡേ നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾക്ക് മനസ്സിനൊക്കെ നല്ലൊരു എനർജി തരുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൂടെയാണ് അവരവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ തന്നെ അവർ എഴുന്നേക്കും, ഒരുപാട് ലേറ്റൊന്നും ആവില്ല, നേരത്തെ തന്നെ അവർ എഴുന്നേക്കും. എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ കഫീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സാധനങ്ങളും കഴിക്കാതെ ചെറിയ ചൂട് വെള്ളമാണ് അവർ കുടിച്ച് അവരുടെ ഒരു ഡേ സ്റ്റാർട്ടാക്കുന്നത്. പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വ്യായാമം, ഇപ്പോൾ ചില ആൾക്കാർ യോഗ ചെയ്യും, ചില ആൾക്കാർ നടക്കാൻ പോകും, അല്ലെങ്കിൽ ചില ആൾക്കാർ ലൈറ്റായിട്ട് വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ കൈയും കാലവും അനക്കിയിട്ട് ഒരു ലൈറ്റ് സ്ട്രെച്ചിങ്, കാരണം അത്രയും നേരം നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഉള്ളതാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിലെല്ലാത്തിലുപരി അവർ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മളെപ്പോഴും കുറേ റീൽസൊക്കെ കാണാറുണ്ട്, ഈ ഒരു ദിവസം പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് അവരവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരിക്കില്ലേ. പിന്നെ നടത്തം, അത് അവർക്ക് നിർബന്ധമാണ്. അവരിപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആ കണ്ട വീഡിയോസിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം പൈസ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ കാറും ഇതൊക്കെ മേടിക്കുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വ്ളോഗുകളിലൊക്കെ അവർ എവിടെ പോയാലും നടന്നിട്ടാണ് അവർ മാക്സിമം പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം അതായത് മെട്രോ ഇതൊക്കെ യൂസ് ആക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ ആൾക്കാർ ചിലപ്പോൾ മെട്രോ സ്റ്റേഷൻ പോകുന്നത് വരെ നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു 10-15 മിനിറ്റ് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക വല്ല ക്യാബൊക്കെ എടുക്കുക ചെയ്യുക. പക്ഷെ അവർ ആ 10-15 മിനിറ്റ് നടന്നിട്ടായിരിക്കും അവർ ആ മെട്രോ സ്റ്റേഷനിലോട്ടേക്ക് പോകുന്നത്. ഇവർക്ക് നടത്തം എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെയിലി റൊട്ടീനായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. അത് കൂടാതെ തന്നെ അവർ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടും അവർ വെളിയിലിറങ്ങിയിട്ട് എല്ലാ ദിവസവും നടത്തം എന്നുള്ളത് അവർ നിർബന്ധമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഡെയിലി നമ്മൾ നടത്തം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസസ് ആണ്, എല്ലാവർക്കും അറിയാം. നമ്മളുടെ മൂഡ് എൻഹാൻസ് ചെയ്യും, നമ്മുടെ എനർജി നന്നായിട്ട് കൂടും, അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ടിനും വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ ഗ്രീൻ ടീ, ഇത് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം അല്ലാത്ത എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ കുടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഗ്രീൻ ടീ നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ നല്ല ഒരു ഡ്രിങ്കാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, നമ്മൾക്ക് മെറ്റബോളിസം കൂട്ടും. അതുപോലെ തന്നെ ഇത് ഞാൻ പുതിയതായിട്ടുള്ള അറിവാണ് ഇവരുടെ കണ്ടപ്പം. ഈ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് കാമാക്കാനും നമ്മൾക്ക് ഏകാഗ്രത കിട്ടാനും നമ്മളെ ഹെൽപ്പായും എന്നാണ് ഗ്രീൻ ടീ പറയുന്നത്. ഞാൻ ഇടയ്ക്കെന്നല്ല കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഗ്രീൻ ടീ ഒരു ചവർപ്പ് ചൊകയാണ്, ഒന്നും ആഡ് ചെയ്യാതെ ചെറു ചൂടുവെള്ളത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ട് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹെൽത്തി പോർഷൻ കൺട്രോൾ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഹരാബുച്ചി 80% മാത്രമാണ് അവരവരുടെ വയറ് നിറയ്ക്കത്തുള്ളൂ. നമ്മൾ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് നല്ലൊരു ഭക്ഷണം, നല്ലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വയററിയാതെ നമ്മൾ കഴിക്കുമെന്ന് പറയും. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൽ എപ്പോഴും എല്ലാ സംഭവങ്ങളും ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റമിൻസ്, പ്രോട്ടീൻ, മിനറൽസ് അങ്ങനെ സംഗതികളെല്ലാം എല്ലാം ഒത്തൊരുമിച്ച് ഒരു ഹെൽത്തി ഒരു പോർഷൻ കൺട്രോൾ ആയിട്ടുള്ള ഭക്ഷണമാണ് അവർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു പ്രായത്തിലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും അവരൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
പിന്നെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അവർ നമ്മുടെ മുഖത്തും ശരീരത്തിനും അവർ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വീട്ടിൽ തന്നെയുള്ള സംഗതികൾ വെച്ചിട്ട് അവർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അവരുടെ മെയിൻ ഒരു ഐറ്റമാണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കഴുകിയിട്ട് അരി കഴുകിയിട്ട് അത് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൊണ്ട് അവരുടെ തലമുടി കഴുകാറുണ്ട്. അതേപോലെ തന്നെ ഫേസിൽ ടോണേഴ്സായിട്ടൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. അവർ എന്താ പറയുക, എല്ലാ തിരക്കിൻ്റെ ഇടയിലും അവനവൻ്റെ കാര്യം, അവനവൻ്റെ സൗന്ദര്യവും അവർ സംരക്ഷിക്കാറുണ്ട്. പിന്നെ സ്ട്രെസ് ഫ്രീ ലിവിങ്, ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊന്നും കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവിടെയുള്ളവർ. അതിന് വേണ്ടിയിട്ട് അവർ ഡീപ്പ് ബ്രെത്ത് എക്സസൈസുകൾ അവർ ഒരുപാട് ഫോളോ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് പഠിച്ചിട്ടൊക്കെ വേണോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് വിപരീതമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുക. അതേപോലെ തന്നെ മെയിനായിട്ട് അനാവശ്യമായിട്ടുള്ള നമ്മൾക്കാണ് ഈ കൂടുതൽ ഇമോഷൻസും ഇതൊക്കെ ഉള്ളത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്ന പോലെ, അവർ ഇപ്പം എന്തെങ്കിലും ഒരു ഐറ്റം അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവരത് കാട്ടിക്കളയും. പക്ഷെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ അതിൽ കുറേ നൊക്ലാജിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ തലയിലെടുത്ത് വെച്ച് ടെൻഷൻ അടിച്ച് ആ ഒരു ജീവിതം ടെൻഷൻ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടാത്ത ഒരാൾക്കാരാണ്. നമ്മൾക്ക് എത്രത്തോളം ടെൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും അത്രത്തോളം നമുക്ക് എങ്ങായിട്ടിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട്, അതായത് ചില ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ലൈഫിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. ചില ടെൻഷൻസ് നമ്മൾ എന്തൊക്കെ ചെയ്താലും മാറില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ സീസണൽ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവരെപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഓരോ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഭക്ഷണമാണ് അവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ വ്ലോഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അമ്മൂമ്മ നേരെ ഓടുന്നത് അമ്മൂമ്മയുടെ ഗാർഡനിലോട്ടേക്കായിരിക്കും. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അവരെ തന്നെ അവർ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഒന്നും അടിക്കാത്ത നല്ല നല്ല ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പം 90 വയസ്സിലും അവരിങ്ങനെ ഇരിക്കുന്നതിൻ്റെ വേറൊരു റീസൺ. പിന്നെ സ്കിൻ കെയറിൽ നമ്മളിപ്പോൾ ഒരുപാട് കാണും, ഒരുപാട് സ്റ്റെപ്സൊക്കെയുള്ള കൊറിയൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പണ്ടത്തെ ജാപ്പനീസ് അമ്മമാർ അവർ ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും അവർ യൂസ് ചെയ്യില്ല. അവർ ഭയങ്കര സെലക്ട് ചെയ്തിട്ടുള്ള 1-2 ഐറ്റംസ് മാത്രമാണ് അവരുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അവർ പുരട്ടത്തുള്ളൂ. പക്ഷെ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതും കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലെല്ലാത്തിലുപരി മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്. അവർ ബന്ധങ്ങൾക്ക് നല്ലപോലെ അതായത് ഇപ്പം അവർക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരങ്ങൾ അവരുടെ കൂടെ പോയിരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഓരോരോ പരിപാടികൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോരോ ഇപ്പോൾ കുടുംബ യൂണിറ്റ്, പിന്നെ കുടുംബശ്രീ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ കളിയാക്കി പറയുമെങ്കിലും അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് വീട്ടുജോലിയുടെയും തിരക്കിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ കൂടെ പോയി സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പം നല്ല രസമല്ലേ. പിന്നെ അവരിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്നതിൻ്റെ വേറൊരു കാര്യം, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. നമ്മുടെ ചില അമ്മമാർ പറയില്ലേ, ഞാൻ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകും, അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതേപോലെ ആക്റ്റീവായിട്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കും അല്ലേ. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ജീവിക്കാതെ അവനവന് വേണ്ടി ഒരു ലക്ഷ്യമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ സോറി കേട്ടോ, ഇതൊരു തട്ടിക്കൂട്ടി വീഡിയോ ആയിരുന്നു, സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.